യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തുതി. പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങൾക്ക് വിവേകവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നന്മയും തിന്മയും വിവേചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. സങ്കീർത്തനം 14:2 മുതലുള്ള വചനങ്ങൾ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നെടുക്കുന്നു. ഇവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നുമില്ല. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. മനുഷ്യ മക്കളെ ദൈവം ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ മനസ്സിലുള്ള ചിന്തയാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ തേടുന്നവര് ആരുമില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർ ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒന്നുപോലെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും പാപികളാണെന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം എപ്പോഴും പാപത്തിലേക്കുള്ള ഒരു ചാച്ചിലാണ്.
മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ താല്പര്യങ്ങളിലും മനസ്സ് എപ്പോഴും ഇങ്ങനെ പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകവുമായിട്ട് ബന്ധം പരമാവധി വിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുക, അതിന് നമ്മൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ത്യാഗജീവിതത്തിലൂടെ മാത്രമേ നിരന്തരമായിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ അവിടുന്ന് കാണുന്നു എല്ലാവരും പാപം ചെയ്തിരിക്കുകയാണ്. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ, ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു, ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവര് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല, കർത്താവിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ടുള്ള ഒരു മനസ്സും അവർ കാണിക്കുന്നില്ല. ഈ വചനത്തില് ദൈവമായ കർത്താവിന്റെ മനസ്സിന്റെ വേദനകളാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 420 വർഷം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ മോശ എന്ന കുറവുകളുള്ള വ്യക്തിയെ അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ട് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്ത് നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് ദൈവജനത്തെ അവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തത് മോശയായിരുന്നു. മരുഭൂമിയിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവര് കഷ്ടതകളിലൂടെയൊക്കെ കടന്നുപോയി. നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് 32 മോശ ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും ആയിരിക്കുകയാണ്. ഒരു മേഘം വന്ന് മോശയെ പൊതിഞ്ഞു. ദൈവത്തോടൊത്ത് 40 രാവും 40 പകലും മോശയായിരുന്നു. അത് കഴിഞ്ഞും തിരിച്ചിറങ്ങി വരുമ്പോൾ താഴ്വാരത്തില് ദൈവജനത്തിന്റെ സ്വരം കേൾക്കുന്നുണ്ട്. മോശ ശ്രദ്ധിച്ചു. ദൈവജനം പാടുന്നു, ആടുന്നു, കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു സമൂഹം. നാളുകളായിട്ട് ഈ ജനത്തിന് ഭക്ഷിക്കാൻ മന്ന കൊടുത്ത ദൈവം, ഇറച്ചി ആഗ്രഹിച്ചപ്പോൾ കാടപ്പക്ഷികളെ കൊടുത്ത് അവരുടെ ഇറച്ചിയുടെ കൊതി തീർത്ത ദൈവം, രാത്രിയിൽ വെളിച്ചം നൽകുവാൻ അഗ്നിസ്തംഭത്തിന് അവിടുന്ന് വന്നു, പകല് തണലേകുവാൻ അവിടുന്ന് അവരോടുകൂടെ മേഘസ്തംഭത്തിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ജനത്തോട് കൂടെ നടന്ന ദൈവത്തെ ആ ജനം മറക്കുകയാണ്. അവിടെ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ച് ഒരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന്റെ ജനം ആടുവാനും പാടുവാനും തുടങ്ങി. അവരുടെ അഴിഞ്ഞാട്ടം മലയിൽ നിന്ന് ഇറങ്ങി വന്ന് മോശ കാണുകയാണ്. മോശയ്ക്ക് കോപമടക്കുവാൻ സാധിച്ചില്ല. ദൈവത്തെ മറന്ന്, ദൈവം ചെയ്ത നന്മകളെ മറന്ന്, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഒക്കെ മറന്നുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ദൈവം കാണുകയാണ്. ദൈവമായ കർത്താവ് നിയമിച്ചാക്കിയ മോശയുടെ കോപം കഠിനമായിരുന്നു. മോശ പ്രമാണത്തിന്റെ 10 ഫലകങ്ങള് വലിച്ചെറിയുകയാണ്. ആ കാളക്കിടാവിന്റെ ആ സ്തംഭം തകർത്തു. അത് ദൈവത്തിന്റെ ജനം ദൈവം നൽകിയ നന്മകളെയൊക്കെ മറന്നുകൊണ്ട് വിഗ്രഹ ആരാധനയിലേക്ക് കടന്നുപോയത് നമ്മൾ അവിടെ കാണുകയാണ്. വചനം പറയുന്നു, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും തിന്മയിലേക്കുള്ള ഒരു ചാച്ചിലാണ്. അഴിഞ്ഞാടിയ ജനത്തെ ഓർത്ത് മോശ സങ്കടപ്പെടുകയാണ്. ആ ജനത്തിന് മേല്
വലിയ ശിക്ഷ അയക്കുവാനായിട്ട് ദൈവം ഒരുങ്ങുമ്പോൾ മോശ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. പുറപ്പാടിന്റെ പുസ്തകത്തില് 32-ാം അധ്യായത്തിന്റെ 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിനമായ പാപം ചെയ്തിരിക്കുന്നു. വിഗ്രഹ ആരാധന കഠിനമായ പാപമാണ്. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു, ധൂപമർപ്പിച്ചു, ബലികളർപ്പിച്ചു. ഇത് കഠിനമായ പാപമാണ്. ഞാനിപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് കയറി ചെല്ലാം, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു ചെന്നു, പറഞ്ഞു, ഈ ജനം വലിയ ഒരു പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്ക് വേണ്ടി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടെ മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവത്തിന്റെ മുൻപിൽ ഈ ജനത്തിനു വേണ്ടി മാപ്പ് ചോദിക്കാൻ ചെല്ലുകയാണ്. മോശ പറയുകയാണ്, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. നമ്മുടെ ഈ സമൂഹത്തിലെ ഒത്തിരിയേറെ പാപത്തിന്റെ വഴികൾ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. മദ്യപാനവും വ്യഭിചാരവും മ്ലേച്ഛത നിറഞ്ഞ പാപങ്ങളും മയക്കുമരുന്ന് കച്ചവടവും കഞ്ചാവ് വിൽപ്പനയും പൂഴ്ത്തിവെപ്പും അഴിമതിയും എല്ലാം കൈക്കൂലിയെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ദൈവത്തിന്റെ ജനം പാപത്തിലേക്ക് പോകുമ്പോൾ, ദൈവത്തിന്റെ ജനം വിഗ്രഹ ആരാധകരായിട്ട് മാറുമ്പോൾ, പാപത്തിന്റെ അഴുക്കു ചാലുകളിൽ വീണ് അശുദ്ധരായിട്ട് മാറുമ്പോൾ, അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെയൊക്കെ വിളിക്കുകയാണ്. മനുഷ്യൻ പാപത്തിൽ മുങ്ങി ലോകത്തിന്റെ ആസക്തികളില് സുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ, വിഗ്രഹത്തിന്റെ ആരാധകരായിട്ട് മാറുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം ഒത്തിരിയേറെ നൊമ്പരപ്പെടുകയാണ്. ദൈവമായ കർത്താവ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട്. ഇന്ന് അനേകം വിശ്വാസികള് ഇങ്ങനെ ഒരു ജീവിത ശൈലിയിലാണ് ജീവിക്കുന്നത്. വിഗ്രഹ ആരാധനയിലും ജഡമോഹങ്ങളിലും ആസക്തികളിലും ജനം മുഴുകി ജീവിക്കുമ്പോൾ ഈ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, ഈ ജനത്തിന്റെ മേല് കർത്താവ് കരുണ ചൊരിയുവാൻ പ്രാർത്ഥിക്കാനുള്ള ഒരു കടമ ദൈവത്തിന്റെ ജനത്തിനുണ്ട്. മോശ ദൈവത്തോട് പറയുന്നു, ഈ ജനത്തിന്റെ പാപം അങ്ങ് ക്ഷമിക്കണം, അങ്ങ് കനിഞ്ഞ് അവിടെ പാപം പൊറുക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. അത്രമാത്രം ആ ജനത്തെ മോശ സ്നേഹിച്ചിരുന്നു. ആ പാപം ചെയ്തുവെങ്കിലും, മോശയ്ക്ക് കോപം ഹൃദയത്തിൽ വന്നുവെങ്കിലും, ആ ജനത്തോട് മോശയ്ക്ക് വലിയ ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ ജനം നശിക്കുന്നത് കാണുമ്പോൾ മോശയുടെ ഹൃദയത്തിൽ വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ വേദനിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പാപത്തിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കുവാനായി, അവർക്ക് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുവാനായി നമ്മൾ ഓരോരുത്തരും തുടങ്ങേണ്ടിയിരിക്കുന്നു. മോശ ദൈവസന്നിധിയിലേക്ക് ചെന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവരെയാണ് എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എന്റെ ദൂതൻ നിന്റെ മുമ്പേ പോകും. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ചെയ്യുക. നിനക്ക് മുൻപേ എന്റെ ദൂതൻ പോകും, നീ പൊയ്ക്കൊള്ളുക. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് വെട്ടിക്കളയരുതേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന മോശയെ നമ്മൾ കാണുകയാണ്. ദൈവസ്നേഹത്തിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. നമ്മളൊക്കെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ്
നിരന്തരമായിട്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അനുദിനം നമ്മൾ പ്രാർത്ഥിക്കണം. മോശ ദൈവസന്നിധി എന്നിട്ട് പറയുന്നു, ആ ജനത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പറയുന്നത്, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് വെട്ടിക്കൊള്ളുക, എന്നിട്ടാണെങ്കിലും എൻ്റെ ജനത്തെ അങ്ങ് ശിക്ഷിക്കരുതെന്നാണ് പറയുന്നത്. അത്രമാത്രം മോശ ആ ജനത്തെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുണ്ടാവേണ്ടത്. പാപത്തിന്റെ പടുകുഴിയിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ ഓർത്ത് കരയുവാൻ, ദൈവസന്നിധി നിലവിളിക്കുവാൻ, വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ച് ലോകത്തിന്റെ മനുഷ്യരായി വിഗ്രഹ ആരാധകരായി മാറുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്തുള്ള ഒരു കഠിനമായ ഒരു ആത്മഭാരത്തിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും വരണം. എങ്കിലേ നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനും സാധിക്കുകയുള്ളൂ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവരും യൂദയായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു, എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു, പക്ഷെ നിങ്ങൾക്ക് സത്യമില്ല, ആത്മാർത്ഥതയില്ല എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. ആത്മാർത്ഥത നഷ്ടപ്പെട്ട, സത്യം നഷ്ടപ്പെട്ട ഒരു ജനത്തെ ചൂണ്ടി ദൈവമായ കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ ദുശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവും ആണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്. നിന്റെ കൊത്തുവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. നീ ദുശാഠ്യക്കാരനാണ്, നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നീ ദുശാഠ്യക്കാരനാണ്. ദുശാഠ്യം പിടിക്കുന്ന ഒരു വ്യക്തി കഴുത്ത് തിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതായത് കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്ത വണ്ണമായിരിക്കുന്നു, നെറ്റി പിത്തള പോലെ കഠിനം. അടുത്ത വചനം പറയുന്നു, നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്. നീ വിഗ്രഹ ആരാധകനായി മാറിയതിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് നീ മാറുകയാണ്. കഴുത്ത് ഇരുമ്പ് പോലെ കഠിനമാകുന്നു, തിരിക്കാൻ പറ്റുന്നില്ല, വഴക്കമില്ല, നെറ്റി പിത്തള പോലെ കഠിനമാണ്. അതിൻ്റെ കാരണം നിന്റെ വിഗ്രഹമാണ്, നിന്റെ ഹൃദയത്തിലുള്ള വിഗ്രഹം നിന്റെ വിഗ്രഹ ആരാധനയാണെന്ന് വചനം പറയുന്നു. ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അവർ വിഗ്രഹ ആരാധനയിലേക്ക് വരികയാണ്. അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ അവർ മറക്കുകയാണ്. ദൈവമായ കർത്താവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ നമ്മൾ മറ്റു പലതിനും ഹൃദയത്തിൽ ഇടം കൊടുക്കുമ്പോൾ അത് വിഗ്രഹ ആരാധനയായിട്ട് മാറുകയാണ്. കൊളോസസ് 3:5 പറയുന്നുണ്ട്, ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹ ആരാധന. ദ്രവ്യം, പണത്തോടുള്ള അമിതമായ താല്പര്യം, ജീവിതത്തിലെ പണസമ്പാദന മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുക, ഇതൊക്കെ വിഗ്രഹ ആരാധനയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിഗ്രഹ ആരാധനയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ദൈവം നൽകിയ നന്മകളൊന്നും ഒരിക്കലും മറക്കരുത്. ദൈവം
നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. ദൈവം എത്രമാത്രം കരുതലോടെയാണ് നമ്മളെ പരിപാലിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തോട് നിരന്തരം നന്ദി ഉള്ളവരായിരിക്കും. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകർ ആകരുത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകരായിട്ട് മാറരുത്. വിഗ്രഹ ആരാധന 1-ാം പ്രമാണ ലംഘനമാണ്, ഏറ്റവും ഗൗരവമേറിയ പാപമാണ്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. തീറ്റിയും കുടിയും അഴിഞ്ഞാട്ടവുമായിട്ട് മാറുന്ന ദൈവത്തിന്റെ ജനത്തെ നമ്മൾ അവിടെ കാണുകയാണ്. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. ഇത് മോശയുടെ നാളിൽ സംഭവിച്ചതാ. അഴിഞ്ഞാടിയ ജനം അവിടെ മേലെ മഹാമായി വരികയാ. അഴിഞ്ഞാടുന്ന വ്യക്തികള്, മ്ലേച്ഛത ജീവിക്കുന്നവര് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പുകടിയേറ്റു മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. ദൈവത്തിനെതിരെ നമ്മൾ ഒരിക്കലും പിറുപിറുക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന് എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുന്നവനാണ്. സഹനങ്ങളും കഷ്ടതകളും തകർച്ചകളും എല്ലാം അവിടുന്ന് നന്മയായിട്ട് മാറ്റിത്തരുന്നവനാണ്. സംഹാരൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. വിഗ്രഹ ആരാധനയിലേക്ക്, ലോകത്തിന്റെ അമിതമായ താല്പര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആത്മനാശത്തിലേക്ക് മാത്രമല്ല ഭൗതിക ജീവിത സാഹചര്യങ്ങളിലും വലിയ തകർച്ചകൾ കടന്നു വരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് നമുക്കൊന്നാം സ്ഥാനം കൊടുക്കാം. യേശുവിന്റെ വചനത്തിന് നമുക്കൊന്നാം സ്ഥാനം കൊടുക്കാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന് മോശ ദൈവത്തിന് വേണ്ടി മാധ്യസ്ഥം പറഞ്ഞതുപോലെ പാപത്തിൽ നശിക്കുന്ന ജനത്തിനു വേണ്ടി മാധ്യസ്ഥം പറയുവാനായിട്ട് നമ്മളെല്ലാവരെയും കർത്താവ് വിളിക്കുക. എല്ലാ ദിവസവും നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞ അനേകർ പാപത്തിന്റെ വഴികളിൽ ജീവിക്കുന്നു. അവര് ആ പാപം ഉപേക്ഷിച്ച് തിരിച്ചു വരണം. യേശുവിനെ അറിയാത്ത ജനകോടികൾ അവർ യേശുവിനെ അറിയണം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസോസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധിയിൽ ജീവിക്കുന്നവര് എപ്പോൾ വേണമെങ്കിലും വീണു പോകുവാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതെ, പാപികൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും വിശുദ്ധർക്ക് വേണ്ടിയും നന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയും നന്മ ചെയ്യാത്തവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും കർത്താവ് ചൊരിയും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനേകർ രക്ഷ കണ്ടെത്തും, അനേകർ ക്രിസ്തുവിനെ അറിയും, അനേകർ പാപത്തിന്റെ ജീവിതപേക്ഷ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ അവരുടെ കുടുംബവും ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടും. അത് മാത്രമല്ല, ജീവന്റെ പുസ്തകത്തിൽ നിശ്ചയമായിട്ടും അവരുടെ പേരുണ്ടായിരിക്കും. ഒരിക്കലും ആ പേരുകൾ അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെടത്തില്ല. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാ വരം, പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ കർത്താവിന്റെ കരുണയൊഴുകട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, നിരീശ്വരവാദികൾ കർത്താവിന്റെ വിശ്വാസത്തിലേക്ക് വരട്ടെ. ലോകം മുഴുവൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. മിനിയാന്ന് ഈ കുഞ്ഞിനു വേണ്ടി വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഇടത് ചെവിക്ക് ഭാഗികമായിട്ട് കേൾവി ഉണ്ടായിരുന്നുള്ളൂ, അത് സൗഖ്യം കിട്ടിയെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ കുഞ്ഞിൻ്റെ ഇടത്ത് ചെവിക്ക് ഭാഗികമായിട്ട് കേൾവി ശക്തി ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. അതിന് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ഈ അടുത്ത ചെവിയുടെ കേൾവി കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട്. ഇവിടെ വെച്ച് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെവിയുടെ അടുത്ത് പോയി പറയണമായിരുന്നു. അന്നേരം ഇടത് ചെവി കേൾക്കത്തില്ലായിരുന്നു, ഇടത് ചെവി കേൾക്കത്തില്ലായിരുന്നു. വലത് ചെവി ഒക്കെ ആയിരുന്നു, കേൾക്കാമായിരുന്നു. എന്നാലും മിനിഞ്ഞാന്ന് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് സഹോദരൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ടും അന്നേരം തന്നെ സൗഖ്യം കിട്ടി. ഈ കുഞ്ഞിൻ്റെ ഇടത് ചെവിക്ക് പൂർണ്ണമായിട്ട് കേൾവി ശക്തി കിട്ടിയിരുന്നു. വലത്തെ ചെവി നടച്ച മോനെ പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേഗരക്ഷകൻ, യേശുവേഗരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.